നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ പലതരത്തിലുള്ള വിഷക്കൊലപാതകങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്ത്രീകൾ, ഇവരൊക്കെ തന്നെയാണ് ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിനുള്ള കാരണം ഇന്ന് വിധി പുറത്തു വന്ന തൂക്കുകയർ ലഭിച്ച ഗ്രീഷ്മ തന്നെയാണ്. കഷായത്തിൽ കീടനാശിനി കൊടുത്ത് പ്രേമിച്ചവൻ്റെ കരള് തന്നെ കവർന്നെടുത്ത ക്രൂരയായ, ചെകുത്താന് സമാനമായ ഒരു കാമുകിയായി തന്നെയാണ് ലോകമെന്ന് ഗ്രീഷ്മയെ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ പല കാരണങ്ങളാൽ വിശ്വാസം പിടിച്ചുപറ്റി കാമദാഹത്തിന് വേണ്ടി മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പണം മോഹിച്ച് ചതിച്ച് കൊലപ്പെടുത്തിയ നിരവധി കഥകൾ. അതിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ ഒട്ടനവധിയാണ് പറയാനായിട്ടുള്ളത്. വഴിവിട്ട ബന്ധത്തിന് വേണ്ടി പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും നൊന്തു പ്രസവിച്ച മക്കളെയും കാമുകനെയും ഒക്കെ തന്നെ വിഷം കൊടുത്ത് കൊല്ലുന്ന, കേരള മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകൾ നടപ്പിലാക്കിയതൊക്കെയും ഈ സ്ത്രീജനങ്ങളാണ്. ഈ മരണം വരിച്ച നിരവധി ആളുകളുടെ അമ്മയായും മകളായും സഹോദരിയായും കാമുകിയായും ഒക്കെ തന്നെ രൂപത്തിലുള്ള ചെകുത്താന്മാരാണ് ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. വിഷം കൊടുത്ത് കൊന്ന് വിശ്വാസം പിടിച്ചുപറ്റി ചതിക്കുക എന്ന പ്രവൃത്തി അതിലൂടെ ചെയ്തിരിക്കുന്നു. മനഃപൂർവ്വം ആരും മരണത്തിന് കീഴടങ്ങില്ല. പക്ഷേ സ്നേഹത്തോടെ വിശ്വാസമുള്ള ഒരാൾ നൽകുമ്പോൾ അത് വിഷമായിരുന്നാലും ഉള്ളു നൊന്താൽ പോലും അത് വാങ്ങി കഴിക്കാൻ പലരും തയ്യാറാകും. പ്രണയത്തെയും വിശ്വാസത്തെയും അങ്ങനെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയും. വിധി കേട്ട ശേഷം ഷാരോണിൻ്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. പ്രതിയാകട്ടെ നിർഗുണ പരബ്രഹ്മമായി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ സ്തബ്ധയായി നിൽക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് കോടതി ഇത്തരം കേസുകൾക്ക് തൂക്കുകയർ, വധശിക്ഷ വിധിക്കുകയുള്ളൂ. കോടതി നിരീക്ഷണം വളരെ ശരിയായിരുന്നു. സമൂഹത്തിന് വ്യക്തമായൊരു സന്ദേശവും നൽകുന്നുണ്ട്. ആർക്കും ആരുടെയും ജീവനെടുക്കാനുള്ള അധികാരമില്ല, അതുപോലെ എന്തു തന്നെ കുറ്റമായിരുന്നാലും. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അത് അവസാനം വരെയും കോടതിക്കും ബോധ്യപ്പെട്ടു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഗ്രീഷ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അതുതന്നെയാണ് അവൻ്റെ വാവേ എന്നുള്ള സ്നേഹത്തോടെയുള്ള വിളിയും മെസ്സേജും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി തരുന്നത്. മരണമൊഴിയിൽ പോലും മജിസ്ട്രേറ്റിനോട് പോലും ഗ്രീഷ്മയുടെ പേര് പോയിട്ട് ഒന്ന് ഉച്ചരിക്കാൻ പോലും ഷാരോൺ തയ്യാറായില്ല. അതവൾ രക്ഷപ്പെടണമെന്നും അവൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുമുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെയാണ്. ഈ കേസിൽ ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രസക്തം. ഗ്രീഷ്മയ്ക്ക് പ്രായത്തിൻ്റെ ഇളവ് നൽകാൻ അതുകൊണ്ട് കഴിയില്ല എന്നുള്ളതും കോടതി തന്നെ പറയുന്നുണ്ട്. സ്നേഹബന്ധത്തിനിടയിൽ പല തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, വിശ്വാസ വഞ്ചന കാണിച്ചു. ശേഷം മറ്റൊരാളുമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടും ഷാരോണുമായി ലൈംഗിക ബന്ധം പുലർത്താനും തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് വളരെ ക്രൂരമായ, കാമവെറിക്കിരയായ ഈ ചെറുപ്പക്കാരൻ്റെ കഥ കേരള മനസ്സാക്ഷി അറിയുന്നത്. 2022 ഒക്ടോബറിലാണ് ഈ കൊല നടന്നത്. 4 വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു. പാറശാല സ്വദേശികളാണ് ഷാരോണും ഗ്രീഷ്മയും. പ്രണയം വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെട്ടു. മറ്റൊരു വിവാഹാലോചന ഉറപ്പിച്ചു. പിന്നീട് ഷാരോണിനെ ഒഴിവാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറാകാത്തതുകൊണ്ട് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അതിവിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തി ആദ്യം ഷാരോണിനെ ജ്യൂസ് കുടിപ്പിച്ച് കൊലപ്പെടുത്താൻ നോക്കി. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഷാരോൺ അന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തി. ഗ്രീഷ്മയുമായി കണ്ടുമുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ ഷാരോൺ ഛർദ്ദിച്ചാണ്, അവശനായാണ് പോയത്. പിന്നീട് ആശുപത്രിവാസം 11 ദിവസം. അതിന് പിന്നിൽ വേദന കടിച്ചമർത്തി ആന്തരികാവയവങ്ങളൊക്കെ തന്നെ വെന്തു നീറുമ്പോഴും തൻ്റെ പ്രണയിനിക്കായി എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ, വഴിവിട്ട സഹായങ്ങളൊക്കെ തന്നെ ഷാരോൺ ചെയ്തു നൽകിയത് ഏവരും കണ്ടതാണ്. പിന്നീട് മരണത്തിന് കീഴടങ്ങി. ഗ്രീഷ്മ കേസിൽ അങ്ങനെ കുറ്റക്കാരിയാണെന്ന് കോടതിക്ക് ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെട്ടു. നെയ്യാറ്റിൻകാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഈ വിധി പറഞ്ഞത്. ഇനി സമാനമായ മറ്റു പല കൊലപാതക പരമ്പരകളും വിഷക്കൊലകളുമുണ്ട്. നേരെ കണ്ണൂരിലെ പിണറായിലേക്ക് പോവുകയാണെങ്കിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്ത് കൊന്നതിന് സമാനമായൊരു കേസ് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 2012 പിന്നീട് 6 വർഷത്തിനിപ്പുറം 2018 നടത്തിയ കൊലപാതകങ്ങൾ. 1.5 വയസ്സും 8 വയസ്സും പ്രായമുള്ള 2 മക്കളെയും തൻ്റെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയ പ്രതി സൗമ്യ ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെടില്ല എന്ന് കരുതി പിടിക്കപ്പെട്ടപ്പോൾ ജയിലിൽ തന്നെ തൂങ്ങി ജീവനൊടുക്കി. 11 മണിക്കൂർ നേരം ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പ്രതി സൗമ്യയുടെ കുറ്റസമ്മതം അന്ന് പോലീസിന് മുന്നിലുണ്ടായത്. എലിവിഷം കൊടുത്താണ് മാതാപിതാക്കളെ, മക്കളെ ഒക്കെ തന്നെ സൗമ്യ കൊലപ്പെടുത്തിയത്. മകൾക്ക് ചോറിലും അച്ഛന് രസത്തിലും അമ്മയ്ക്ക് മീൻകറിയിലുമായി വിഷം കൊടുത്തു. ഇളയമകൾ കീർത്തനയുടേത് സ്വാഭാവിക മരണമെന്ന മൊഴിയാണ് സൗമ്യ നൽകിയത്. തൻ്റെ വഴിവിട്ട ബന്ധം, കാമാസക്തി ഉറപ്പാക്കാൻ വേണ്ടി സൗമ്യ തിരഞ്ഞെടുത്തത്
സ്വന്തം കുടുംബത്തെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരെയും കൊലപ്പെടുത്തുക, നിർദാക്ഷിണ്യം. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ദാരുണ മരണത്തിലൊന്ന് പിണറായിയിൽ സംഭവിച്ചു. സ്വന്തം കുഞ്ഞിനെയും പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും എലിവിഷം കൊടുത്ത് സൗമ്യ കൊലപ്പെടുത്തി എന്നുള്ളത് ഇപ്പോഴും ആ നാട്ടുകാർക്ക് പോലും അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തൻ്റെ വഴിവിട്ട ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്, മറ്റുള്ളവർ ഇതൊന്നും തന്നെ അറിയാതിരിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയതായി സൗമ്യ മൊഴി കൊടുക്കുകയും ചെയ്തു. ഇനി പിണറായിയിലെ കൊലപാതകം കഴിഞ്ഞാൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊലപാതകവും സമാനമായ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. ഒരു പിഞ്ച് കുഞ്ഞിനെ ഇരുമ്പ് ദണ്ട് കൊണ്ടടിച്ച് തലച്ചോറ് ചിന്നിച്ചിതറിച്ച അതിക്രൂരമായ മൃഗീയ കൊലപാതകം. അതിന് പിന്നിലും കാമദാഹം തന്നെയായിരുന്നു. സഹപ്രവർത്തകനായ നിനോ മാത്യുവിനൊപ്പം ജീവിക്കാൻ വേണ്ടി അനുശാന്തി എന്ന അമ്മയെന്ന് പറയാൻ പോലും കഴിയില്ല ആ ക്രൂര സ്വന്തം കുഞ്ഞിൻ്റെ തലച്ചോറടിച്ച് പൊളിച്ച് കുഞ്ഞിനെ കൊല്ലാനായി കാമുകന് എല്ലാ തരത്തിലുള്ള അനുവാദവും നൽകുകയായിരുന്നു. ആറ്റിങ്ങൽ ആലങ്കോട് മണ്ണൂർ ഭാഗം തുഷാരത്തിൽ റിട്ടയേർഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജീവനക്കാരനായ തങ്കപ്പൻ ചെട്ടിയാരുടെ ഭാര്യ ഓമന, പേരക്കുട്ടി സ്വാസിക എന്നിവരാണ് ഈ കൊലപാതകത്തിലെ ഇരകൾ കൂടി. ഓമനയുടെ മകനും സ്വാസികയുടെ അച്ഛനുമായിട്ടുള്ള ലജീഷാണ് കൊലപാതകത്തിനിടയിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ച വേറൊരാൾ. കാമുകിയുടെ കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തി അവരുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടികൂടുകയായിരുന്നു ചെയ്തത്. ഒന്നാം പ്രതിയായ നിനോ മാത്യുവിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇയാളുടെ കാമുകിയായ രണ്ടാം പ്രതിയായ അനുശാന്തിക്ക് കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കുമായി ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷിർസി വിധിച്ചത്. ഇരുവർക്കും 62.5 ലക്ഷം രൂപ പിഴയും ഇതോടൊപ്പം തന്നെ വിധിക്കുകയുണ്ടായിരുന്നു. ഇരുവരും ടെക്നോ പാർക്കിലെ സഹപ്രവർത്തകർ കൂടിയായിരുന്നു, കാമുകന്മാരായിരുന്നു. അന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞ പ്രസക്തമായ ചില വാചകങ്ങളുണ്ടായിരുന്നു. അറേബ്യയിലെ തന്നെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കൈകഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം ഒരു കാലത്തും കഴുകിക്കളയാനാവില്ല എന്നുള്ള വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതും നിനോ മാത്യുവിനെ മരണം വരെ തൂക്കിലേറ്റണമെന്ന് ഉത്തരവിട്ടതും. പിഞ്ചുമക്കളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ, അമ്മമാർക്ക് തന്നെ അപമാനമായി മാറുന്നു. എന്നിരുന്നാലും സ്ത്രീയാണെന്ന പരിഗണനയും ശാരീരിക അവശതകൾ പരിഗണിച്ചും മാത്രമാണ്, ഒപ്പം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടാത്തതിലുമാണ് അവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. അല്ലാത്ത പക്ഷം അവരും തൂക്കിലേറ്റപ്പെടേണ്ടവരാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 4 വയസ്സുകാരിയ സ്വാസികയെ ആ കുഞ്ഞിനേക്കാൾ ഉയരമുള്ള ഒരു ദണ്ട് കൊണ്ടാണ് തലച്ചോറ് അടിച്ച് പിളർത്തി മൃഗീയമായി ആക്രമിച്ച് നിനോ മാത്യു കൊലപ്പെടുത്തിയത്. കാമദാഹം തീർക്കാൻ സ്വന്തം പിഞ്ഞു കുഞ്ഞിനെ പോലും ഇത്രയും ക്രൂരമായി കൊല്ലുന്നത് കണ്ട് രസിച്ച ഈ പ്രതിക്ക് ഭൂമിയിൽ പോലും ജീവിക്കാൻ അവകാശമില്ല. ഈ നീചകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായി വിലയിരുത്തിയാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. ഇനി പിന്നീട് പറയാനുള്ളത് 2016 ജൂൺ 24 നെബീസ എന്ന വയോധികയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഒരു ആത്മഹത്യ എന്ന രീതിയിൽ സംശയം ഉയർന്നു. കാരണം മൃതദേഹത്തോടൊപ്പം തന്നെ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നടയാടിപ്പുറത്തിന് സമീപത്താണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എഴുതാനും വായിക്കാനും അറിയാത്ത നബീസ എങ്ങനെയാണ് ഒരു കത്ത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്? ഇങ്ങനെയാണ് ഇതൊരു അവസാനം കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിലെ പ്രതികൾ മറ്റാരുമല്ല, മകനും, ഇതിന് പിന്നിൽ മകളുടെ മകനും അവൻ്റെ ഭാര്യയും കൂടിയായിരുന്നു. മകളുടെ മകൻ ബഷീറും ബഷീറിൻ്റെ ഭാര്യ ഫസീലയുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. 2016 ജനുവരി 22 കഴിക്കുന്ന ഭക്ഷണത്തിൽ ചീരക്കറിയിൽ വിഷം ചേർത്താണ് നബീസയ്ക്ക് പ്രതികൾ കൊടുത്തത്. ആരോഗ്യ പ്രശ്നമൊന്നും തന്നെ ഇല്ലാത്ത നബീസ ഇതിനെ തരണം ചെയ്തു. ശേഷം ബലമായി വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്തി. വീട്ടിൽ ഒരു ദിവസം മൃതദേഹം സൂക്ഷിച്ചു. പിന്നീട് റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെയാണ് പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ ഈ സംഗതി പുറത്തു കൊണ്ടുവരാനായി സാധിച്ചത്. ഇനി ഏറ്റവും അധികം കേരളത്തെ നടുക്കിയ ഒരു വിഷയം സൈനൈഡ് ജൂളി എന്നറിയപ്പെടുന്ന കൂടത്തായി കൊലപാതക കേസാണ്. 2011 കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ്. ഒരു റോയി തോമസിൻ്റെ അസ്വാഭാവിക മരണം, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ അന്വേഷണം, കൊലപാതക സാധ്യതയൊക്കെ തന്നെ കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത കൊടും ക്രൂരതകളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 6ഓളം കൊലപാതകങ്ങൾ, നീണ്ട 14 വർഷം. ഭർത്തൃമാതാവ് അന്നമ്മ, പിതാവ് ടോം തോമസ്, ആദ്യ ഭർത്താവ് റോയി തോമസ്, ഭർത്തൃമാതാവിൻ്റെ സഹോദരൻ മാത്യു, രണ്ടാമത്തെ ഭർത്താവായ ഷാജിയുടെ മകൾ ആൽഫൈൻ, ഷാജിയുടെ ആദ്യ ഭാര്യ സിലി എന്നിവരെയാണ് സൈനൈഡ് കൊടുത്ത് ജോളി ഭക്ഷണത്തിൽ കലർത്തി കൊലപ്പെടുത്തിയത്. വളരെ
വിജയകരമായി ഈ കൊലപാതക പരമ്പരകളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം തന്നെയാണ് ജോളിയെ കൊണ്ട് തുടരെ ഓരോ കൊലപാതകങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ റോയിയുടെ മരണത്തിൽ ഒരു സംശയം തോന്നിയ സഹോദരങ്ങളും 68-കാരനായ അമ്മാവൻ മാത്യു റോയിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചു. ഭക്ഷണത്തിൽ, ശരീരത്തിൽ സയനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. സ്ഥിര മദ്യപാനിയായിട്ടുള്ള റോയി ഒരുപക്ഷെ ജീവൻ അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായിരിക്കാമെന്ന് ജോളി പോലീസിനും മൊഴി കൊടുത്തു. പോലീസാകട്ടെ കേസ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പക്ഷേ കുടുംബം ഇതിൽ സംശയമേറെ പങ്കുവയ്ക്കുന്നു. കുടുംബത്തിലെ 3 പേരുടെ മരണം അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് മാത്യു ആവശ്യപ്പെട്ടത്. അങ്ങനെ അടുത്ത ഹിറ്റ് ലിസ്റ്റിൽ മാത്യുവും ഉൾപ്പെട്ടു. 2014 മാത്യു കുടിക്കുന്ന വെള്ളത്തിൽ സമാനമായി തന്നെ സയനൈഡ് കലർത്തി ജോളി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തൽക്ഷണം തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു മാത്യു. അയൽവാസികളും ഒപ്പം ജോളിയും ചേർന്ന് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജോളിയുടെ ആ മിഷൻ അത് പൂർത്തീകരിച്ചു. റോയിയുടെ ബന്ധുവായ ഷാജു സക്രിയയുമായി ജോളിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. റോയിൽ നിന്നും വ്യത്യസ്തമായി അധ്യാപകനാണ്, സ്ഥിരമായൊരു വരുമാനമുണ്ട്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനും സാധിക്കും. ആ തടസ്സങ്ങളെ ഒക്കെ തന്നെ നീക്കണമെങ്കിൽ മകൾ ആൽഫൈനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ജോളിക്ക് മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ആൽഫൈന് 2014 മെയ് മാസം 1-ാം തീയതി സമാനമായി സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തി. 2016 ജനുവരി 11-ന് ഷാജുവിൻ്റെ ഭാര്യ സിലിയെയും സയനൈഡ് കൊടുത്ത് ഇതുപോലെ കൊലപ്പെടുത്തി. സിലിയുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ തന്നെ ശ്രദ്ധേയമായി നിന്ന ജോളിയെ ഇന്നും നാട്ടുകാരൊക്കെ തന്നെ ഓർത്തിരിക്കുന്നുണ്ട്. 1 വർഷത്തിനിപ്പുറം 2017 ഷാജുവിനെ വിവാഹവും ചെയ്തു. എന്നാൽ റോയിയുടെ മരണത്തിന് പിന്നാലെ സഹോദരനായ റോജോ തോമസ് ഈ അന്വേഷണവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ജോളി കൊടുത്ത മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ആളല്ല തൻ്റെ സഹോദരനെന്ന് റോജോയ്ക്ക് സംശയമുയർന്നു. അങ്ങനെ 2019 അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി. എല്ലാ മൃതദേഹങ്ങളും പുറത്തെടുത്ത് അന്വേഷണ വിധേയമാക്കണമെന്നും അതിലൂടെ കൊലപാതകിയെ കണ്ടെത്താൻ കഴിയുമെന്നുമായിരുന്നു പോലീസിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ സകലമാന വിവരങ്ങളും പുറത്തു വന്നു. പുറം ലോകത്തെ ഞെട്ടിച്ചു. 2019 ഒക്ടോബർ 5-ന് ജോളിയെ അറസ്റ്റ് ചെയ്തു. എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു. സയനൈഡ് വാങ്ങി നൽകിയ മാത്യു ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട്. 2 പേരും ജയിലിൽ കഴിയുകയാണ്. സമാനമായി നടന്നിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് പണത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ കാമാസക്തിക്കും വേണ്ടി തന്നെയാണ് ഈ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഇതിനെയൊക്കെ തന്നെ ശക്തമായി ചെറുക്കുകയും നെയ്യാറ്റിൻകര കേസിലുണ്ടായ വിധി പോലെ നിരവധി വിധികൾ ഇതിന് തടയിടാൻ ഉതകുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.